ഭാരതത്തിന്റെ ആകാശം ഒരു അത്ഭുത പ്രകാശത്താൽ ചുവന്നപ്പോൾ ലോകം ഒന്നടങ്കം ചോദിച്ചു, ഇതെന്താണ്? ഒഡീഷയുടെ മണ്ണിൽ നിന്നും ബംഗ്ലാദേശിന്റെ തീരങ്ങൾ വരെ കാണപ്പെട്ട ആ അഗ്നിഗോളം വെറും ഒരു മിന്നൽ പിണറായിരുന്നില്ല. അത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യയുടെ ദിവ്യാസ്ത്രമായിരുന്നു. ഒരൊറ്റ മിസൈൽ, എന്നാൽ ലക്ഷ്യങ്ങൾ പലത്. ലോകത്തിലെ വൻ ശക്തികൾ മാത്രം കൈവശം വെച്ചിരുന്ന ആ അതിമാരക സാങ്കേതിക വിദ്യ ഇനി ഇന്ത്യയുടെ സ്വന്തം. ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഇന്ത്യയുടെ പുതിയ അഗ്നി മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് ഈ മിസൈലിന്റെ പ്രത്യേകത? എങ്ങനെയാണ് ഇത് ഒരേ സമയം പല നഗരങ്ങളെ തകർക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് ഈ പരീക്ഷണത്തിന് പിന്നിൽ? മെയ് 8 ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നാണ് ഇന്ത്യ ഈ ചരിത്ര വിജയം കുറിച്ചത്. പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഈ പരീക്ഷണം ഇന്ത്യയുടെ അഗ്നി മിസൈൽ കുടുംബത്തിലെ ഏറ്റവും പുതിയ വകഭേദമായിരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ വെറുമൊരു ആയുധമല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ബംഗ്ലാദേശിലെ കോക് ബസാറിൽ വരെ ഈ മിസൈലിന്റെ പ്രകാശം ദൃശ്യമായത് അതിന്റെ വേഗതയും കരുത്തും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. സാധാരണഗതിയിൽ ഒരു മിസൈൽ വിക്ഷേപിച്ചാൽ അതൊരു സ്ഥലത്ത് മാത്രമേ പതിക്കുകയുള്ളൂ. എന്നാൽ MARV ഘടിപ്പിച്ച ഈ പുതിയ അഗ്നി മിസൈലിന് ഒരേ സമയം 5-6 വ്യത്യസ്ത ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. ബഹിരാകാശത്തെത്തിയ ശേഷം ഈ മിസൈൽ പല ഭാഗങ്ങളായി പിരിയുകയും ഓരോ ഭാഗവും ഓരോ ശത്രു താവളത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്യും. അതായത് ഒരൊറ്റ വിക്ഷേപണം കൊണ്ട് ശത്രുവിന്റെ പല നഗരങ്ങളെയും ഒരേ സമയം ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കും. ഇനി ഇതിന്റെ പ്രവർത്തന രീതിയും കൃത്യതയും നോക്കാം. DRDO വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ അത്യാധുനികമായ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചത് എല്ലാ കൃത്യതയും പാലിച്ചുകൊണ്ടാണ്. കടലിൽ വിന്യസിച്ചിരുന്ന റഡാറുകളും യുദ്ധക്കപ്പലുകളും ഇതിന്റെ ഓരോ ചലനവും നിരീക്ഷിച്ചിരുന്നു. 100% വിജയകരമായിരുന്നു ഈ പരീക്ഷണം എന്നാണ് ശാസ്ത്രജ്ഞർ സാക്ഷ്യപ്പെടുത്തുന്നത്. ശത്രു രാജ്യങ്ങൾ എത്ര വലിയ മിസൈൽ പ്രതിരോധ കവചങ്ങൾ ഒരുക്കിയാലും പല ദിശകളിൽ നിന്ന് ഒരേ സമയം പാനെത്തുന്ന ഈ മിസൈലിന്റെ വിവിധ ഭാഗങ്ങളെ തടയുക എന്നത് അസാധ്യമാണ്. ഇനി ഇന്ത്യയുടെ നേട്ടവും പ്രാധാന്യവും. ഈ വിജയത്തോടെ ലോകത്തിലെ അതിശക്തമായ 5 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുകയാണ്. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാനുണ്ടായിരുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ കരുത്ത് വരും പ്രകടന മേഖലയിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സഹായിക്കുകയാണ്. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തെ കൂടുതൽ വേദ്യമാക്കുകയാണ്. എന്നാൽ ഈ പരീക്ഷണത്തിൽ ഇന്ത്യ നിർത്തുകയാണ്? ഒരിക്കലുമല്ല. അഗ്നി 5 മിസൈലിന്റെ ഈ വിജയം വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതിലും വലിയ ദൂരപരിധിയുള്ള, അതായത് ലോകത്തിന്റെ ഏത് കോണിലും സെക്കൻഡുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ കഴിയുന്ന അഗ്നി 6 മിസൈലുകളേക്കാണ്. ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് വിനാശകരമായ ആയുധങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണിത്. ഈ സാങ്കേതിക വിദ്യ വെറും ഒരു മിസൈൽ പരീക്ഷണമല്ല, മറിച്ച് ബഹിരാകാശ യുദ്ധമുറകളിൽ പോലും ഇന്ത്യ കൈവരിച്ച മേധാവിത്വത്തിന്റെ തെളിവാണ്. ശത്രു രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികളിൽ അത്യാധുനിക റഡാറുകൾ സ്ഥാപിച്ചാലും നമ്മുടെ ഈ ദിവ്യാസ്ത്രത്തിന് മുന്നിൽ അവ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമായി മാറും. വായുവിൽ വെച്ച് തന്നെ ദിശ മാറാനും ഒരേ സമയം പല നഗരങ്ങളിൽ ലക്ഷ്യവെക്കാനുമുള്ള ഈ ശേഷി ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ തന്നെ പ്രതിരോധ സമവാക്യങ്ങളെ മാറ്റിയെഴുതുകയാണ്. നമ്മുടെ ഈ നേട്ടം കേവലം ഒരു യുദ്ധ കൊതിയുടെ ഭാഗമല്ല, മറിച്ച് സമാധാനം വേണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്ന നയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഈ കരുത്ത് കണ്ട് ലോകം ഇന്നും ബഹുമാനത്തോടെയും അല്പം ഭയത്തോടെയുമാണ് നോക്കി നിൽക്കുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞർ ലാബുകളിൽ പകലും രാത്രിയും ഇല്ലാതെ പണിയെടുത്തതിന്റെ ഫലം ഇന്ന് ആകാശത്ത് മിന്നൽ പിണറായി വിരിഞ്ഞിരിക്കുകയാണ്. ഈ മിസൈലിന്റെ ഓരോ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ തൊഴിലാളികളും എഞ്ചിനീയർമാരുമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ലോകോത്തര നിലവാരമുള്ള പ്രതിരോധ കവചം തീർക്കാൻ കഴിയുമെന്ന് DRDO ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇനിയൊരു വിദേശ ശക്തിയും ഭാരതത്തിന്റെ മണ്ണിലേക്ക് കണ്ണെറിയാൻ മടിക്കും. കാരണം ഇന്ത്യയുടെ കാവലാളായി ഇനി ആകാശത്ത് ഈ അഗ്നി എപ്പോഴും ജ്വലിച്ചു നിൽക്കും. ഈ പരീക്ഷണം ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ
നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. പാകിസ്ഥാന്റെ ഏത് കോണിലുമുള്ള സൈനിക കേന്ദ്രങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യയുടെ ഈ അഗ്നി മിസൈൽ. എന്നാൽ അതിനേക്കാൾ ഭീകരമായ വശം മറ്റൊന്നാണ്. സാധാരണ മിസൈലുകളെ തടയാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഈ പുതിയ അഗ്നി മിസൈൽ പാടെ നിഷ്പ്രഭമാക്കും. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് പാനെടുക്കുന്ന ഈ മിസൈലിന്റെ ഭാഗങ്ങളെ ഒരേ സമയം തടയുക എന്നത് പാകിസ്ഥാന്റെ നിലവിലെ സാങ്കേതിക വിദ്യയ്ക്ക് അസാധ്യമാണ്. അതായത് പാകിസ്ഥാൻ എത്ര കരുത്തുറ്റ പ്രതിരോധം തീർത്താലും ഇന്ത്യയുടെ ഒരൊറ്റ മിസൈലിന് ആ പ്രതിരോധ കവചങ്ങളെ തകർത്ത് അവരുടെ തന്ത്രപ്രധാനമായ 5-6 നഗരങ്ങളിലോ സൈനിക താവളങ്ങളിലോ ഒരേ സെക്കൻഡിൽ ആഘാതം സൃഷ്ടിക്കാൻ കഴിയും. പാകിസ്ഥാന്റെ പക്കലുള്ള പല മിസൈലുകളെക്കാൾ സാങ്കേതികമായി എത്രയോ മുന്നിലാണ് ഇന്ത്യയുടെ ഈ ദിവ്യാസ്ത്രം. ഇന്ത്യയുടെ ഈ കരുത്ത് പാകിസ്ഥാന്റെ പ്രതിരോധ വിദഗ്ധരെ ഇപ്പോൾ വലിയ ഭയത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ അതിർത്തി കടക്കാതെ തന്നെ അവരുടെ ഏത് ഭാഗത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കും. യുദ്ധമുഖത്ത് ഇന്ത്യക്ക് അനിതീഷ്യമായ മേധാവിത്വം നൽകുന്ന ഈ ആയുധം പാകിസ്ഥാന്റെ സൈനിക മോഹങ്ങൾക്കേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഈ പരീക്ഷണം കേവലം ഒരു മിസൈലിന്റെ കരുത്ത് തെളിയിക്കൽ മാത്രമല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. ദശാബ്ദങ്ങളായി നാം പുലർത്തിപ്പോരുന്ന ആദ്യം ആക്രമിക്കില്ല എന്ന നയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ മുതിരുന്ന ഏത് ശക്തിയും വലിയ വില നൽകേണ്ടി വരുമെന്ന കർശനമായ മുന്നറിയിപ്പാണിത്. ഇന്ന് നാം കണ്ട ഈ മിന്നൽ പിണർ ദക്ഷിണേഷ്യയിലെ തന്നെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റി എഴുതിയിരിക്കുകയാണ്. വികസിത രാജ്യങ്ങൾ പോലും വർഷങ്ങളെടുത്ത് പരീക്ഷിച്ച് പരാജയപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. ഇത് നമ്മുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ കോറിഡോറിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വരും വർഷങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനു പകരം അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകൾ ലോകത്തിന് നൽകാൻ ഭാരതം പ്രാപ്തമാകും എന്നതിൻ്റെ സൂചനയാണിത്. പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, ബഹിരാകാശ ഗവേഷണത്തിലും ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങൾ ഈ മിസൈൽ പരീക്ഷണത്തിന്റെ വിജയത്തിന് പിന്നിലുണ്ട്. ഭൂമിയിലെ ശത്രുക്കളെ മാത്രമല്ല, ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ വളരെ നിരീക്ഷണത്തിലാക്കാനും ആവശ്യമെങ്കിൽ പ്രതിരോധിക്കാനും ഇന്ത്യ ഇന്ന് സജ്ജമാണ്. ആധുനിക യുദ്ധമുറകൾ മാറുകയാണ്. അത് സൈനികരുടെ എണ്ണത്തിലല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ കൃത്യതയിലാണെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു തന്നു. നമ്മുടെ ഈ നേട്ടം ഓരോ ഭാരതീയന്റെയും നികുതി പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൂടുതൽ ഗൗരവം വരാൻ ഇത്തരം സൈനിക മാറ്റങ്ങൾ സഹായിക്കും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലടക്കം സ്ഥിരം അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തിന് ഈ സാങ്കേതിക കരുത്ത് കൂടുതൽ കരുത്ത് പകരും. ഭാരതത്തിന്റെ ആകാശ സീമകൾ ഇനി ഈ ദിവ്യാസ്ത്രത്തിന്റെ തണലിൽ സുരക്ഷിതമാണ്. ശാസ്ത്രവും ദേശസ്നേഹവും ഒത്തുചേർന്നപ്പോൾ പിറന്ന ഈ അത്ഭുതം വരും തലമുറകൾക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഈ വിജയം വെറുമൊരു സാങ്കേതിക നേട്ടം മാത്രമല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കൂടി ഫലമാണ്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഏറ്റവും തിളക്കമാർന്ന ഉദാഹരണമാണിത്. മുൻകാലങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ തടസ്സമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സുരക്ഷയുടെ കാര്യത്തിൽ അതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന ഉറച്ച നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാനും ചൈനയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അതിർത്തി കടന്നുള്ള ഏത് നീക്കത്തെയും തക്കതായ മറുപടി നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അഗ്നി 5 മിസൈലിന്റെ ഈ പുതിയ പതിപ്പിലൂടെ ശത്രുക്കളുടെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ കരുത്തുള്ള ഒരു പുതിയ ഇന്ത്യയാണ് നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സൈനികരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അത്യാധുനിക ആയുധങ്ങൾ കൂടി സേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ കവചം ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതായി മാറിക്കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.